ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. എന്റെ ദൈവമേ! അയ്യോ ഇതിനെ കൊണ്ട് രാവിലെ തൊട്ട് തുടങ്ങിയല്ലോ. എന്നെ ചിഹ്ന വിളിക്കാതിരിക്കാൻ. എന്റെ ദൈവമേ, എന്തൊരു കഷ്ടമാന്ന് പറ. അതെങ്ങനെയാ ശ്രീധരമായിട്ടൊരു ആനയെ തരുമെന്ന് പറഞ്ഞപ്പോ ചെന്ന് കയറി കൊടുത്തതല്ലേ ഞാൻ അങ്ങോട്ട്. ആ ചുമ്മാ നിൽക്കാൻ. എന്ത് പറയുന്നു, ഒരു പാപ്പാനെ കൊണ്ട് നിർത്തി ആ പാപ്പാനെ അനുസരിക്കാത്ത ഇതുപോലെ മെനകെട്ടൊരാനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവിടെ ഈ ആന വിൽക്കാന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുക. എനിക്കൊരു പെണ്ണുമ്പിളുണ്ട്, 24 മണിക്കൂർ അമ്പലം. ആ അത് ശരി. ഇപ്പോഴും 16,000 രൂപ ഞാൻ കൊടുത്തിട്ട് വരുക. ഒരു സൈഡിൽ കിടന്ന കാറിന്റെ ചില്ലടിച്ച് പൊട്ടിച്ചേന്. ഇന്ന് അവളിങ്ങോട്ട് വരട്ടെ. ഇതിന് രണ്ടിലൊന്നൊരു തീരുമാനം ഇന്ന് എനിക്ക് മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോ ഒരു കാര്യം. എന്നെ കൊണ്ടാണ്ട് ഇതൊക്കെ പോയി പഠിച്ചല്ലേ? എന്ത് പഠിച്ചെന്ന്? യോഗ. യോഗയാ? ഇതെന്താ ആസനാണിത്? ആദ്യം എന്റെ ആസനം ഒന്ന് നേരെ വെച്ച് താടി. എന്തൊരു കനോണ് ചേട്ടാ, വെറുതെ ഇരുന്നിട്ടാണ്. ഞാനൊരു കാര്യം പറയാം. ഇന്ന് ഈ പുല്ലിനൊരു തീരുമാനം ഉണ്ടാക്കണം. നിങ്ങൾ ഇവിടെ നേരങ്ങൾ തന്തോളം ചൊറിയും കുത്തിയിരിക്കണ. നിങ്ങൾക്ക് ഈ പുല്ലെല്ലാം വെട്ടിപ്പറിച്ച് കളയാൻ പാടില്ലേ? ഏത് പുല്ല്? പുല്ലിന്റെ കാര്യമല്ലേ പറഞ്ഞത്? ഈ പുല്ലല്ല, ആ കേക്കാൻ പുല്ലിന്. അയ്യടെ മനമേ, നിങ്ങൾക്ക് കൊറേ ദിവസമായി തുടങ്ങിട്ട് എങ്ങനെയെങ്കിലും ആനേനെ വിറ്റ് 10 കാശ് കയ്യിൽ മേടിക്കണം. നടക്കൂല അത്. അതെന്നാ നടക്കാത്തത്? എന്റെ അച്ഛന്റെ ഓർമ്മക്കായിട്ട് ഞാൻ നിർത്തിയേക്കണ ആനയല്ലേ അത്? നിന്റെ അച്ഛന്റെ ഓർമ്മ നിന്റെ അച്ഛന്റെ ഉച്ച ഞാൻ വല്ല പറഞ്ഞാൽ കൂടിപ്പോ പറഞ്ഞേക്കാം. ഇവളുടെ അച്ഛൻ ഓർമ്മയായത് എങ്ങനെയാന്ന് അറിയാവാ? ഇവരുടെ വീട്ടില് പണ്ട് കൊച്ചിലെ പിള്ളേർക്ക് പേരിടുമല്ലോ, മടിയിലിരുത്തി പിള്ളേർക്ക് പേരിടും. അന്ന് തന്നെ ഒരേ ഒരു നിർബന്ധം, ആനക്കും പേരിടണമെന്ന്. ഓരോ പിള്ളേരെ മടി വിളിച്ചിരുത്തി പേരിട്ട് മാറ്റി. അവസാനം പറഞ്ഞു ഇനി ആനക്ക് പേരിടാന്ന് പറഞ്ഞു. ഇതെവിടെ നിന്ന് ആന കേട്ട് ഓടി വന്ന് മടിച്ചത് കയറി ഇരുന്നോടുത്ത് ഇവിടെ അച്ഛൻ്റെ. അന്ന് ഓർമ്മയായതാ ഇവിടെ അച്ഛൻ. നീ കൂടുതൽ സംസാരിക്കുന്നത്. ഇതിനെ ഞാൻ ഏതെങ്കിലും OLX ഞാൻ വിൽക്കും. ഇല്ല. എന്താ കാര്യം? 10 പൈസ കിട്ടൂലെന്ന് നിങ്ങൾക്കറിയാം ചേട്ടാ. ഞാൻ നേരത്തെ പറയാം, എന്റെ അച്ഛൻ എനിക്ക് അത്ര ജീവനാണ്. അതുകൊണ്ടാണ് എന്റെ അച്ഛന്റെ പേര് ഞാൻ ഈ ആനക്ക് ഇട്ടേക്കണ. അറിയാമോ? നിന്റെ അച്ഛന്റെ പേര് മാറ്റണോടി. എന്റെ അച്ഛന്റെ പേര് ഇത്രയും വലിയ കാട്ട ആനക്ക് ഇട്ടിരിക്കുന്ന പേരറിയാവാ? നിങ്ങൾ നല്ല തന്റേടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ആനേനെ കൊണ്ടു നടന്നിട്ട് എഴുന്നള്ളിപ്പിന് അതിനും കൊണ്ടു നടന്ന് കാശുണ്ടാക്കൂലേ? നിങ്ങൾക്ക് ഇത്ര പേടിയായി പോയല്ലേ? പേടിത്തോണ്ടാ? പേടിയാണ്. പേടിയാണ്. ഇത് തന്നെ പറഞ്ഞാ നിങ്ങൾക്ക് പേടിയാണ്. ഈ ആനയെ കൊണ്ട് 10 പൈസയുടെ ഉപകാരം ഉണ്ടോ ഇവിടെ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ട? ഈ ആനേനെ കൊണ്ട് വരുമാനം ഉണ്ടാക്കാം. അത്രയല്ലേ ഉള്ളു. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടാണ് ചേട്ടാ ഇപ്പൊ വന്നത്. അയൽക്കൂട്ടത്തിൽ നിന്ന് ആനയുടെ പേര് വെച്ചിട്ട് പൈസ എടുക്കുന്ന പരിപാടികളുണ്ട്. കുടുംബശ്രീനാ ആനയുടെ പേര്? അതൊന്നും അല്ലെന്ന്. ഞാനിപ്പോ അമ്പലത്തിൽ നിന്ന് അതിലേക്കൂടി വരുമ്പോ മറ്റേ വടക്കലെ രമ ചേച്ചിനെ കണ്ടായിരുന്നു വഴിയിൽ വെച്ചിട്ട്. രമ ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞ് കാശും തരാന്ന് പറഞ്ഞു. ഞാനത് ഏറ്റിട്ടാ വന്നേക്കണ. എന്തുവാ സംഭവം? ആന പ്രസവിക്കുമ്പോ 2 കുഞ്ഞുങ്ങളെ കൊടുത്താൽ മതി. പട്ടി പറയുമ്പോ കുഞ്ഞിനെ കൊടുക്കാന്ന് പറയുന്നതാണ് ആനയെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് നീ അത് ഏറ്റാ? നീ അത് പിന്നെ 3-4 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 2 കൊടുത്താൽ നമുക്ക് കാശല്ലേ ഇങ്ങോട്ട് കിട്ടണം. പിന്നെ എന്താണ്? ഇവിടെ നിൽക്കുന്ന ആന ഏതാനയാന്ന് അറിയാവാ? ഏതാണെങ്കിൽ പിടിയാനയല്ല, കൊമ്പനാനൊക്കെ എന്താ കൊച്ചുണ്ടാവൂലേ? പിന്നെ ഇപ്പഴാടി എനിക്ക് മനസ്സിലായത് ഈ ആന എനിക്ക് സ്ത്രീധനമായിട്ട് തന്നെ എന്തിനാണ്? നിന്നെ ആനയെ ആ വീട്ടിൽ നിന്ന് അവർക്ക് ഒഴിവാക്കണമായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ചേട്ടാ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആനേനെ വിൽക്കാൻ ഞാൻ സമ്മതിക്കൂല. നിങ്ങൾ തന്റെ ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെങ്കിലും ഒരു പാപ്പാനെ ഒപ്പിച്ചോണ്ടോ? അത് ശരി, പാപ്പാനെ ഒപ്പിച്ചു. ലോകത്ത് ഒരുത്തരം ചെയ്യാത്ത പണി ഞാൻ ചെയ്തിട്ട് നിൽക്കുക. നിനക്കറിയാവാ? ആന പാപ്പാന് വേണ്ടി ഓഡീഷൻ ചെയ്തിട്ട് നിൽക്കുകയാണ് ഞാൻ. അറിയാവാ? അന്ന് ഓഡീഷൻ ഒന്ന് ഒരുത്തനുണ്ട്, ഒരു ബംഗാളി ആനപ്പാപ്പാൻ. അവനെ വിളിച്ചു വരും. അതൊന്നും ശരിയാവൂല. ബംഗാളിയിലേക്ക് ആരെങ്കിലും നിനക്ക് ഈ ബംഗാളിൽ നിൽക്കും ഇത്ര വെറുപ്പന്താടി. നിനക്കൊരു കാര്യം അറിയാമോ? ഇപ്പൊ കേരളം അടക്കി ഭരിക്കുന്നവരാണ്. ഇപ്പൊ പറവൂരിന്ന് അടുത്ത മാസം നടക്കുന്ന നിയമസഭ ഇലക്ഷൻ ചിലപ്പോ അവർക്കൊരു MLA വരെ ഉണ്ടാവും. അവരുടെ അറിയാവും നിനക്ക്? പണ്ടുള്ള പാപ്പന്മാരെ പോലെ ഒന്നുമല്ല. ഈ പാപ്പൻ വന്ന 2 ഗുണം. നമ്മുടെ ആനയെ മെരുക്കും, നിനക്ക് അടുക്കള ജോലി ചെയ്തു തരും, നിനക്ക് തൂത്ത് തരും, ഇവിടെ പുല്ല് പറിക്കും, സകല പണി ചെയ്യും. ഇവനൊക്കെ ഞാൻ എന്ത് തിന്നാൻ വെച്ചുണ്ടാക്കി കൊടുക്കും ചേട്ടാ? പൈസ ഒന്നും കൊടുക്കണ്ടടി. അവർക്ക് വലിയ വെള്ളക്കിഴങ്ങ സവോളയൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ മതി. ആനയുമായി അമ്പാരിയായി വെടിക്കെട്ടായി നിങ്ങൾ അവനെ കൂടി ഇവിടെ കൊടുത്തോ. ഞാൻ തറവാട്ടി പൊക്കോളാം. അവൻ വന്ന് നീ അവൻ എന്തായാലും അയ്യേ, ഈ ബംഗാളിൽ നിന്ന് ഞാൻ കുടുംബത്തെ കേറ്റൂല. നീ ഒരു കാര്യം ചെയ്യും, നീ എന്തായാലും അവന് ഉണ്ടാക്കാൻ ചേട്ടാ. നീ കസേരട്ടോടെ പോണ്ടി. മതി. ബംഗാളിനെ എന്റെ കസേര ഞാൻ ഇരുത്തൂല. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എടാ, നിന്നെ എത്ര പ്രാവശ്യമായിട്ട് വിളിക്കണ്ടോ? ഒന്ന് ഫോൺ എടുത്തുകൂടാ. എന്റെ ചേട്ടൻ ഞാൻ അറിഞ്ഞില്ല ചേട്ടാ. ഞാനാണെങ്കിൽ ചേട്ടന്റെ നമ്പർ എനിക്ക് അറിയാമോ, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. എടാ, നീ എന്റെ നമ്പർ ഒന്ന് സേവ് ചെയ്താ പോരേണ?
ഞാൻ ഷേവ് ചെയ്തിട്ടാണ് രാവിലെ വന്നത്. എടാ നീ സേവ് ചെയ്യാനല്ലേ പറഞ്ഞു, എന്റെ നമ്പർ സേവ് ചെയ്യാൻ പാടില്ലായിരുന്നു. ആ അത് ഞാൻ ഓർത്തില്ല, അതുകൊണ്ട് പാറ്റിപ്പോയതാണ്. ഞാൻ കുറെ ഓഡിയേഷന് പങ്കെടുക്കുന്നുണ്ട് സേട്ടാ. ഈ ആനയുടെ ഓഡീഷൻ അല്ലാതെ വേറെ ഓഡീഷൻ പങ്കെടുക്കാം? കുറെ ഓഡിയേഷന് പങ്കെടുക്കുന്നുണ്ട്. ഏത് ഓഡീഷൻ പങ്കെടുക്കും? ഞാനിപ്പോ പാട്ടിന്റെ ഓഡിയേഷനൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓ ഇപ്പൊ ബംഗാളിയുടെ ഒരു ട്രെയിനാ ഈ പാട്ട് പാടി ഇൻസ്റ്റയിലൊക്കെ ഇട്ട് വൈറലാകുക. അതെ. ഏത് പാട്ട് അവിടെ പോയി പാടിയത്? ഗംഖേ. നിന്റെ ഇൻസ്റ്റയിലാണോ ഗംഖേ? അതല്ല പറഞ്ഞത്. പിന്നെ ഗംഖേ. ചേട്ടാ ഓ, എന്താ? ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ആ. ഒരു 5-6 പേര് അങ്ങോട്ട് പോണ്. അതാരാ അവരൊക്കെ? ആ അതെന്തിനാ ഇവിടെ പറഞ്ഞത്? ഗംഗയുടെ ശ്വാസം കിട്ടില്ല, എന്തെങ്കിലും പറഞ്ഞ് ഫില്ല് ചെയ്യണ്ട ചേട്ടാ, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. എടാ നീ ഇതുവരെ എവിടെയായിരുന്നാ ചോദിച്ചത്? എന്റെ ചേട്ടാ ഞാൻ സുഖമില്ലാതെ. ദൂല കടപ്പായിരുന്നാ? അതല്ലെന്ന് ഈ ആനയും സിംഹങ്ങളൊക്കെ ഉള്ള ഇതില്ലേ, അവിടെ ആയിരുന്നു. ഓ എടാ അത് സൂ. ആ അവിടെ ആയിരുന്നു ഞാൻ. അവിടെ എന്താ പരിപാടി എന്തായിരുന്നു? അവിടെ എനിക്ക് ഒരു സിംഹത്തിന്റെ മുടി വെട്ടി കൊടുക്കണം, പിന്നെ സിംഹത്തിന്റെ താടി ഡ്രിം ചെയ്ത് കൊടുക്കണം. അതുമല്ല ഈ സിംഹം ഞാൻ പാടിക്കഴിഞ്ഞാലേ ഉറങ്ങത്തുള്ളൂ. നീ പാടിയാലേ ഉറങ്ങത്തോളാം? ആ. എടാ ഒരു കാര്യം ചെയ്യ്, ആ. നീ സിംഹത്തിനൊക്കെ മേയ്ക്കുമല്ലോ. പിന്നെന്താ? നീ ഇതുവരെ ആനയെ മേച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? ഞങ്ങൾ ആരെന്ത് പണിക്ക് വിളിച്ചാലും അറിയത്തില്ലെന്ന് പറയത്തില്ല, നേരെ കയറി വരും, അവിടെ കിടന്ന് മേയും. അതാണ് ഞങ്ങളുടെ പരിപാടി. എടിയേ ഓ എടീക്ക് വന്നേ. എടി ബംഗാളി മറ്റേ പാപ്പാൻ വന്നു. എടി ഇവൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല, ഇവൻ കിടുക്കാച്ച. ഇവന് സിംഹത്തിനൊക്കെ മെരുക്കുന്നവൻ. അപ്പൊ നമ്മുടെ ആനയെ മെരുക്കാൻ ഒരു പാടും കാണത്തില്ല. നമസ്കാരം ചേച്ചി. ഒരുപാട് നമസ്കാരം വേണ്ട, എന്താ ഇത്? ഇവിടെ നിന്നാ മതി. എന്റെ പേരെന്താണ്? എന്റെ പേര് ബബ്ലു ഭായ്. ബബിളു ആയാലും ബബിൾക്കോ ആയാലും എന്റെ ആനനെ നീ നേരെ ചൊവ്വിലെ നോക്കിയില്ലേ ചെക്ക, നിന്റെ കാലെ വരിയ നിലത്തിലടിച്ചാൻ പൂട്ട് ഞാൻ. എന്റെ ചേട്ടാ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ ചേട്ടാ. ചേട്ടനാ തന്നെ ആനയെ മേയിച്ചൂടെ ചേട്ടാ? എന്താ അങ്ങനെ പറഞ്ഞു? ഇതിനെ മേയ്ക്കുന്ന അത്രയും പാടില്ലല്ലോ. മതിയടാ, ഞാൻ അവിടെ കാല് പിടിച്ചിട്ടാ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. നീ വല്ലതും ചെന്ന് പറഞ്ഞു കൊടുത്തത് നീ ഇവിടുന്ന് അവള് പറഞ്ഞു വിടും. പറഞ്ഞിട്ടല്ലോ എന്നെ പറഞ്ഞു വിടും. ആ. അത് പറഞ്ഞു വിടും. ഞാൻ ഏറ്റ്. എന്ത്? ചേച്ചേ ഓ പുള്ളിക്കാരന്റെ മോളാണല്ലേ ചേട്ടാ? ചേട്ടൻ പുള്ളിക്കാരുടെ അച്ഛനാണല്ലേ? ഇപ്പൊ വന്നു കയറി ഈ ബംഗാളിക്ക് വരെ മനസ്സിലായി നിങ്ങൾ മൂത്ത മുതുങ്ങനായിട്ട് എന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരുത്തരാണെന്ന്. എന്നാലും എന്റെ അച്ഛൻ ഇവിടെ കിട പോരാ. എന്റെ സെറ്റാക്കി തന്നില്ലേ ചേട്ടാ? മുതുക്കനെ കൊണ്ട് ചേട്ടാ ഞാൻ സെറ്റാക്കി തന്നില്ലേ? ഒറ്റ അടിയാൻ പറ്റാ. നീ കുടുംബം കലക്കാൻ വന്ന ആനയെ മെരുക്കാൻ വന്നാടാ? ചേച്ചിയല്ലേ ചേട്ടനല്ലേ പറഞ്ഞ ചേച്ചിക്ക് എന്നെ ഇഷ്ടപ്പെടുത്തില്ലെന്ന്? അതുകൊണ്ട് ഞാൻ ചേച്ചിനെ ഒന്ന് വളച്ചതാണ്. വളച്ചോ? നീ ഓടിക്കരുത്. നീ ഇല്ല ചേട്ടാ. ഇരി നേരാങ്ങളെ വാ. എന്താ പറഞ്ഞ? നേരാങ്ങളെന്നോട് ഇരിക്കാൻ പറഞ്ഞത്. ഒരു ഉണ്ണിയാർച്ചയെ കണ്ട? ഓ ഇത് പറഞ്ഞപ്പോഴത്തേന് ആരോമല്ലങ്ങ. നീ ഇത് കേക്കാനിയാ? നീ ഇതിനു മുമ്പ് എവിടെയായിരുന്നു? അങ്ങേരെ വർത്താനം നീ കേക്കണതേ. എന്റെ പൊന്ന് ചേച്ചി, ഞാൻ ഇതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് മറ്റേ ഇവിടെ സുഖൂലായിരുന്നു. അവിടെ എനിക്കൊരു സിംഹമുണ്ട്. ഈ സിംഹത്തിന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം, മുടി വെട്ടി കൊടുക്കണം, പാട്ട് പാടി കൊടുക്കണം. ചേട്ടാ ദേ സിംഹത്തിന് മുടിയൊക്കെ വെട്ടി താടിയൊക്കെ ഷേവ് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? സിംഹം ഇരുന്ന് തരുവാ? എന്റെ ചേച്ചിക്ക് ഒരു കഥ അറിയാവോ? ഇല്ല. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ സിംഹം ഷേവ് ചെയ്ത് കുട്ടപ്പനായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ചുമ്മാ ഇടാതെ ആവശ്യമില്ലാത്ത കഥയൊന്നും പറഞ്ഞിട്ട്. എന്റെ ചേട്ടാ അതൊരു കഥയുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊരങ്ങൻ സിംഹത്തിന് ഷേവ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ആണോ? ഷേവ് ചെയ്ത് കൊടുത്തതും ഈ കൊരങ്ങൻ സിംഹത്തിന്റെ മുഖത്ത് നോക്കി നിർത്താതെ ചിരിച്ചു ചേട്ടാ. എന്റെ ചേട്ടാ അപ്പൊ സിംഹത്തിന് ദേഷ്യം വരത്തില്ലേ? രാജാവല്ലേ? രാജാവല്ലേ? അപ്പൊ സിംഹം ചോദിച്ചു കൊരങ്ങനോട്, നീ എന്തിനാണ് എന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത്? അത് പിന്നെ ചോദിക്കണല്ലോ. അപ്പൊ ഈ കൊരങ്ങൻ പറയാനേ, ഷേവ് ചെയ്ത് കഴിഞ്ഞപ്പോ അണ്ണനെ കാണാൻ കൊരങ്ങനെ പോലെ ഉണ്ടെന്ന്. ഇത് പറഞ്ഞതും ഈ സിംഹം കൊരങ്ങന്റെ വാലെ പിടിച്ച് ഒറ്റയടി. ഈ സിംഹം വാലെ പിടിച്ചടിച്ച കൊരങ്ങനില്ലേ, അവരാണ് പിൽക്കാലത്ത് സിംഹവാലൻ കൊരങ്ങന്മാരെന്ന് അറിയപ്പെട്ടത്. കേട്ട് പഠിക്കും. ഈ പൊട്ടനൊന്നും പറയാൻ ഒരു കഥ നീ വല്ല തിന്നായിരുന്ന? ഞാനൊന്നും കഴിച്ചില്ല ചേച്ചി. എന്താ നമുക്ക് അടുക്കളയിൽ പോയി എന്തെങ്കിലും തിന്നാ? അടുക്കള മീൻകറി ഉണ്ടെങ്കിൽ ഞാൻ വെച്ചു തരാം. ഞാൻ ബ്രെഡ് മീൻകറി ഞാൻ വെച്ചു തരാം. കുഴപ്പമില്ല ചേച്ചി. എനിക്കൊരു സംശയം, ഇവൻ ആനയെ മെരുക്കാൻ വന്നാണോ ഇവളെ വളക്കാൻ വന്നാണോ? ഇവൻ എനിക്ക് പണിയാ. എടാ നീ അകത്ത് കയറി അടുക്കളയിൽ നിന്ന് പണി ഉണ്ടാക്കല്ലേ. നീ ആനയെ മാറ്റി കെട്ടണേ. ആനയെ മാറ്റി കെട്ടിക്കോളാം ചേട്ടാ. അയ്യോ എനിക്ക് ഓർത്തെനിക്ക് ചിരി വന്നണ ഇവന്റെ ഒരു കാര്യം. ചേട്ടാ ഇവനില്ലേ, ഇവനിവിടെ വെച്ച് പറഞ്ഞതൊന്നും അല്ല തമാശ. ഇവൻ അടുക്കളയിൽ ചെന്നപ്പോ ഇവനൊരു കൂട്ടം കാണിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, എന്ത് കാണിച്ചടാ? ഞാൻ എന്റെ മെനു കാണിച്ചു കൊടുത്തു. എന്റെ മെനു കാണിച്ചു കൊടുത്തു. എന്റെ ചേട്ടൻ നോക്ക്, ഞാൻ കൊണ്ടുവന്ന അതിലുണ്ട് ആനക്കുള്ള മെനു കാണിച്ചു കൊടുത്തതാ. എങ്ങനുണ്ട്? ഇതാണോ കാണിച്ചത്? ഇതിനകത്ത് എന്തിനാണ് ഹെഡ്സെറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? നിനക്കൊണ്ടല്ലോ ഹെഡ്സെറ്റ്. എനിക്കല്ല ചേട്ടാ, ആനക്ക് ഹെഡ്സെറ്റ് വേണ്ട. അതിനാണ് ഹെഡ്സെറ്റ്. ചേട്ടൻ ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ആനക്ക് ബോറടിക്കും. അപ്പൊ ആനക്ക് പാട്ട് കേക്കണ്ടേ ചേട്ടൻ? പിന്നെ പാട്ട് കേൾക്കുവാ? പിന്നെ ആനക്ക് പാട്ടുണ്ടല്ലോ. ഏത് പാട്ട്? ആനക്ക് പാട്ട്. ധര മര ഭീ ഛേ മേ कैसा है ये बंधन
അഞ്ചാറാന. അതിൽ ആനയുണ്ട്, ആ പാട്ടിൽ ആനയുണ്ട്, ശരിയാ. ഇതിന് മുമ്പ് ഇവിടെ വന്ന് ആനപ്പാപ്പൻ കാണിച്ച പോലെയുള്ള പണിയൊന്നും നീ ചെയ്യാൻ നിൽക്കരുത് കേട്ടാ. ഇതിന് മുമ്പ് വന്ന ആനപ്പാപ്പാൻ എന്തോ കാണിച്ചോ? എടാ ഇതിന് ഒന്നാണ് ആനപ്പാപ്പാൻ കാണിച്ചത്. ഇപ്പോൾ വൈകുന്നേരം ചെന്ന് ആനക്ക് വൈകുന്നേരം പട്ട കൊടുക്കണമെന്ന്. ആടാ, അവൻ ചെയ്ത പരിപാടി അറിയാവാ? രാത്രിക്ക് രാമായണം എവിടെ നിന്നാണ്ട് പോയി ചീഞ്ഞ ഓറഞ്ചും ആപ്പിളും മുന്തിരി ഓറഞ്ചൊക്കെ വെച്ച് ബാറ്ററി വെള്ളം വെച്ച് കറണ്ട് അടുപ്പിച്ചിട്ട് അത് കൂട ഉണ്ടാക്കി രാവിലെ പട്ട ഉണ്ടാക്കി ആനക്ക് കൊടുത്തു. ആനക്ക് പട്ട അവൻ അങ്ങനെ കൊടുത്തോ? ആനക്ക് പട്ട. എന്റെ ചേട്ടാ അവനെ എന്റെ കൈ കിട്ടിയിരുന്ന അവനെ ഞാൻ ചവിട്ടി കൂട്ടിയാണ് ചേട്ടാ. അത് തന്നെ ആനക്ക് പട്ട കൊടുക്കാൻ പാടില്ല ചേട്ടാ. പാടില്ല. ആ പാടില്ല, ഇങ്ങനെ അതിന്റെ പേര് ജയിലിലും കിടന്നടാ. കൊടുക്കാൻ പാടില്ല. ബിയർ അതാകുമ്പോഴത്തേക്ക് വലിയ പിടുത്തം ഉണ്ടാവില്ല. ചെറുതായിട്ട് ആടി ആടി നിൽക്കത്തേ ഉള്ളൂ. പിന്നൊരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധിച്ചു. എന്തോ? ഈ ആനക്ക് വാലില്ല. എടാ പോടാ, ആനക്ക് വാലൊക്കെ ഉണ്ട്. എന്റെ ചേട്ടാ ഞാൻ കേട്ടാൻ പോയപ്പോ ആനക്ക് വാല് കണ്ടില്ലല്ലോ ചേട്ടാ. എടാ അത് ഇവളെ പേടിച്ച് അകത്തോട്ട് വളച്ചു വെച്ചിരിക്കുവാടാ. എന്റെ മുതത്തോട്ട് കയറ്. എടി ഇവൻ സമയം കിട്ടിക്കഴിഞ്ഞാൽ അവൾ ആന പാലെടുത്ത് വിൽക്കും. അത് കഷ്ടമാണ് ചേച്ചി. ആനയുടെ പാലെടുക്കാൻ പാടില്ല ചേച്ചി. കുഴിമന്തി തിന്നായിരുന്നു ഇന്നലെ. പിന്നെ ഞാൻ അൽഫാം തിന്നായിരുന്നാ? കഴിഞ്ഞ ആഴ്ച മസാല ദോശ വേണമെന്ന് തൊട്ട് തിന്നായിരുന്നാ? എടാ ഇതെല്ലാം കൂടി ആ ആന ഉറങ്ങി കിടക്കുമ്പോ അതിന്റെ പാലെന്ന് കടിച്ചു പറിച്ച നാലെടുത്തിട്ട് ഞാൻ വിറ്റുണ്ടാക്കണ കാശ് കൊണ്ട് ഇയാൾക്ക് തിന്നാൻ മേടിച്ചു കൊടുക്കണം. അല്ലാണ്ട് ഇയാൾ പണിക്കൊന്നും പോയൊന്നുമില്ല. നീ ഞങ്ങളോട് കഥ പറയാനാണോ ഇങ്ങോട്ട് വന്നത്? അല്ല. നീ ആ ആന എടുത്ത് എന്നിട്ട് അതിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കണണ്ടാ? അത് ഞാൻ നോക്കാം. ഏഴത്താന ചേട്ടാ, പലത്താന ചേട്ടാ. ആനയൊക്കെ ചേട്ടാന്ന് എന്തിനാണ് വിളിക്കുന്നത്? സാർ ഞങ്ങൾ ഈ കാലത്തിൽ വന്നു കഴിഞ്ഞാൽ മൃഗം മനുഷ്യനെന്നില്ല, എല്ലാരും ചേട്ടാനെ വിളിക്കും. പക്ഷെ ഒരു അബദ്ധം പറ്റി. എനിക്കിപ്പോ വീട്ടിലോട്ട് പോകാൻ പറ്റില്ല. അതെന്നാ? അച്ഛനെ ചേട്ടാന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ചേട്ടാ എനിക്ക് ഇത്ര പ്രശ്നം. എടാ അതല്ല, നീ അതിനൊന്നും തളക്കടാ. എന്റെ ചേട്ടാ ഞാൻ പറയുന്നു ഞാനൊക്കെ മനസ്സിലാവുന്നില്ല ചേട്ടാ. എടാ നീ ഒന്നെങ്കിൽ അതിന്റെ അടുത്ത് ചെന്നിട്ട് മലയാളം പറയണം, ഇല്ല ബംഗാളി പറയണം. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഭാഷ പറഞ്ഞാൽ അതിന് മനസ്സിലാകത്തില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ചോദിക്ക്. നീ മലയാളിയാണോ അതാ ബംഗാളിയാണോ? മലങ്കാളി. മലങ്കാളിയാ? അതെന്നെ ഒരു കാര്യം. ആ ചേട്ടനൊന്ന് പറഞ്ഞ ചേട്ടാ. എടാ ഞാൻ പറഞ്ഞത് കേക്കത്തില്ലടാ. ഒന്ന് പറഞ്ഞു നോക്ക് ചേട്ടാ. എടത്തിയാനെ, ആന എടുത്തോട്ട് പോണി ചേട്ടാ. പറ. വലത്തിയാനെ, ആന വലത്തോട്ട് പോണി ചേട്ടാ. അയ്യോ ഇരിയാനെ, ആന ഇരുന്ന് ചേട്ടാ. ഒരു കാര്യം ചെയ്, ഇത് പിടിക്ക. ഇതെന്തിനാ പിടിക്കുന്നേ? ഇനി ചേട്ടൻ ഒന്നാം പാപ്പാൻ, ഞാൻ രണ്ടാം പാപ്പാൻ. നീ എവിടെ കൊണ്ടാണ് ആനയെ കിട്ടിയത്? ഞാൻ അവിടെ കൊണ്ടുവന്ന ഒരു വലിയ തൂണ് കണ്ട് അതിനകത്ത് കൊണ്ട് കെട്ടി. എടി ഇവൻ ഈ ആന എവിടെ കൊണ്ട് കെട്ടിയെന്ന് അറിയാമോ? എടി രഘുവിന്റെ ഭാര്യ വിളിക്കുന്ന മറപ്പരയുടെ കാര്. അത് അവള് കുളിച്ചോണ്ടിരുന്നപ്പോ മറപ്പര പൊളിച്ചോണ്ട് പോണത്. എങ്ങോട്ട് പോയി ചേട്ടാ? ആന തെക്കോട്ട് പോയെന്ന്. ആന എങ്ങോട്ടെങ്കിലും പോട്ട് ചേട്ടാ. കുളിച്ചോണ്ടിരുന്ന ചേച്ചി എങ്ങോട്ട് പോയി ചേട്ടാ? അത് ശരി, ബംഗാളിയാണേലും മലയാളിയാണേലും ചൊട്ടയിലെ ശീലം ചുടല വരെ അല്ലടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.